നമ്മൾ വളരെ സിമ്പിളായിട്ട് സിറ്റി സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഒരു ഡാറ്റ് ഫയലിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ ഈ കോഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ റിട്ടേണിൽ ഒരു സ്കാഫോൾഡ് റിട്ടേൺ ചെയ്തു, കണ്ടെയ്നർ കൊടുത്തു. അപ്പോൾ അതിനകത്ത് കുറച്ച് അലൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒരു കോളം ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഒരു ടോപ്പിലായിട്ട് നമ്മളൊരു ഐക്കൺ കൊടുത്തു. ഐക്കൺ നമ്മളൊരു കണ്ടെയ്നറുള്ളിലാണ് കൊടുത്തത്. ഇതേപോലെ ഡിസൈൻ ചെയ്തു. ഓൾസോ അതിന് തൊട്ടടിയിലായിട്ട് നമ്മളൊരു കണ്ടെയ്നർ കൊടുത്തു. അതിനകത്ത് ജസ്റ്റ് ഡിറ്റക്ടറിൽ നമ്മൾ റാപ്പ് ചെയ്തു. ഓൺ ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഗെറ്റ് വെതർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ചൈൽഡും കൊടുത്തു. ജസ്റ്റ് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തത്. ഇനി ആക്ച്വലി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഇവിടെ നമ്മളൊരു ടെക്സ്റ്റ് ഫീൽഡ്, നമ്മുടെ ആ ഒരു സിറ്റി സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ മെയിൻ ഡാറ്റ് ഫയലിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഞാനിപ്പോൾ നമ്മുടെ സിറ്റി സ്ക്രീനാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമ്മുടെ ലോഡിംഗ് സ്ക്രീൻ തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം സെറ്റപ്പ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഗെറ്റ് വെതർ കൊടുക്കുന്നു, വെതർ ഡാറ്റ കിട്ടുന്നു. ഇനി ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതൊരു സെർച്ച് ബട്ടൺ ആണല്ലേ, ഈ ഒരു സെർച്ച് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സിറ്റി സ്ക്രീനിലോട്ട് നമ്മൾ പോകണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് ആ ഒരു ഇത് പ്രീവിയസ് സ്ക്രീനിൽ. അതായത് നമ്മളിവിടെ ഓൾറെഡി ഗെറ്റ് വെതർ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സ്ക്രീനിലോട്ട് പോകുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് സെറ്റപ്പ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ വെതർ റിസൾട്ട് സ്ക്രീനിലോട്ട് വരാം. ഇവിടെ ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഇവിടെയുണ്ട്. സോ നമ്മുടെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൻ്റെ ഓൺ പ്രസ്സിനുള്ളിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനുള്ളിൽ നമുക്ക് നാവിഗേറ്റർ ഡോട്ട് പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം. സോ കോൺടെക്സ്റ്റ് ഈ ഒരു സെയിം കോൺടെക്സ്റ്റ് തന്നെയാണ്. ഈ റൂട്ടിനകത്ത് നമുക്ക് മെറ്റീരിയൽ പേജ് റൂട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ബിൽഡറിനകത്ത് നമുക്കൊരു കോൾ ബാക്ക് കൊടുക്കാം. അതിനകത്ത് കോൺടെക്സ്റ്റ് എന്ന് കൊടുക്കാം. തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു 2 കേളി ബ്രേസസ് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് റിട്ടേൺ എന്ന് കൊടുക്കാം. റിട്ടേൺ നമുക്ക് ഏത് സ്ക്രീനാണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്, ഏത് സ്ക്രീനിലോട്ടാണ് നമുക്ക് പുഷ് ചെയ്യേണ്ടത്, ആ ഒരു സ്ക്രീൻ നെയിം കൊടുക്കാം. സോ ആ ഒരു സ്ക്രീനിൻ്റെ നെയിം അല്ല, സ്ക്രീനിൻ്റെ ക്ലാസ്സിൻ്റെ നെയിം നമുക്ക് കൊടുക്കാം. സോ ഇവിടെ ഇതാണ് സിറ്റി സ്ക്രീനാണ് നമ്മുടെ ഡാറ്റ് ഫയൽ. ഇതിനകത്ത് സിറ്റി സ്ക്രീൻ എന്നാണ് നമ്മുടെ ക്ലാസ് നെയിം നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ റിട്ടേൺ സിറ്റി സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, സിറ്റി സ്ക്രീൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ സെമിക്കോളനും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കോമാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ റീഫോർമാറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സിറ്റി സ്ക്രീനെ നമുക്ക് ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു സിറ്റി സ്ക്രീനെ നമുക്ക് ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം, സിറ്റി സ്ക്രീൻ .dat. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബട്ടണിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാനായിട്ട് പോവുകയാണ്, സെർച്ച് ബട്ടണിൽ. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു അടുത്ത സ്ക്രീനിലോട്ട്, നമ്മുടെ സിറ്റി സ്ക്രീനിനുള്ളിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിനായിട്ട് നമ്മുടെ ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലട്ടറിൻ്റെ ടെക്സ്റ്റ് ഫീൽഡ് ക്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോർമലായിട്ടുള്ള ഒരു വിഡ്ജറ്റ് തന്നെയാണ്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ടൊരു വിഡ്ജറ്റ് തന്നെയാണ്. അതിനകത്തും ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. സിമ്പിൾ വിഡ്ജറ്റ് തന്നെയാണ്, ഒരു സിമ്പിൾ ടെക്സ്റ്റ് ഫീൽഡ് വിഡ്ജറ്റ് തന്നെയാണ്. ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇതേപോലെയുള്ള ഒരു എക്സാമ്പിൾ. ഇതിനകത്ത് ഒരുപാട് ഡെക്കറേഷൻ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എക്സാമ്പിൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഫീൽഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ആ ഒരു സിറ്റി സ്ക്രീനിൽ ഇവിടെ ഒരു സ്പേസ് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, രണ്ടാമത്തെ കണ്ടെയ്നറിൽ നമ്മൾ ആക്ച്വലി ഇന്നാളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ആക്ച്വലി ആ ഒരു ഡാറ്റാസ് കൊടുക്കാം. സോ ഇവിടെ ഞാൻ ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ വിഡ്ജറ്റ് കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കാനായിട്ട് പോകുന്നത് ഡെക്കറേഷൻ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമുക്കിതിനെ ആദ്യം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെക്കറേഷൻ ബോക്സ് ഡെക്കറേഷൻ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് ഇൻപുട്ട് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഇൻപുട്ട് ഡെക്കറേഷൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ ഡെക്കറേഷൻ പ്രോപ്പർട്ടീസും ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്ന് നമുക്കൊന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഇപ്പോൾ ഒരു സിംഗിൾ ഒരു ലൈൻ വന്നിട്ടുണ്ട് അല്ലേ. ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ വിഡ്ജറ്റ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരു സിംഗിൾ ലൈൻ വന്നിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ഓൾസോ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാറ്റാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കളർ ആദ്യം തന്നെ നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ അതിനായിട്ട് ഫീൽഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അത് ഒന്ന് കോൾ ചെയ്യാൻ ശേഷം അവിടെ ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഡോക്യുമെൻറ്റേഷനുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഷാഡോ പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ളിലെ ആ ഒരു ഫിൽ കളർ നമുക്കൊന്ന് മാറ്റാം. അതിനായിട്ട് ഫിൽ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുക. സോ ഞാൻ ആക്ച്വലി കളർ കൊടുക്കാനായിട്ട് പോകുന്നത് വൈറ്റ് കളറാണ്. സോ ഞാനിവിടെ കളേഴ്സ് ഡോട്ട് വൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ആ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു വൈറ്റ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് പ്രോപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഐക്കൺ കൊടുക്കാം. ഐക്കൺ കൊടുക്കാനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഐക്കൺ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോണ്ടോസും ഐക്കൺ തന്നെ യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഓക്കെ ഇത് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫോണ്ടോസും ഐക്കൺ നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ഐക്കൺ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് ഓപ്പൺ ചെയ്യുക. ഉള്ളിൽ നമ്മൾ ഫോണ്ടോസും ഐക്കൺ ഡോട്ട് ആക്ച്വലി ഏത് ഐക്കണാണോ കൊടുക്കേണ്ടത് അതിവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ആക്ച്വലി മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ് കൊടുക്കാനായിട്ട് പോകുന്നത് സെർച്ചിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ട്. സോ ഞാൻ അത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിൻ്റെ കളർ പ്രോപ്പർട്ടിയും കൂടി മാറ്റുകയാണ്. ഞാൻ അതിൻ്റെ കളർ ഒരു വൈറ്റ് കളർ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഞാനൊരു വൈറ്റ് കളർ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു സെർച്ച് മാഗ്നിഫൈയിങ് ഗ്ലാസിൻ്റെ ഒരു ഐക്കൺ പ്രോപ്പറായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വാക്കി ഫോർമാറ്റിങ്ങിലൂടെ നമുക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ആക്ച്വലി ഇതിനകത്തൊരു ഹിൻഡ് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പോകണം. ഇപ്പോൾ ഇതിനുള്ളിൽ ബ്ലാങ്ക് ആണ്. അപ്പോൾ ആൾക്കാർക്ക് എന്താണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തൊരു ഹിൻഡ് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പോവാണ്. സോ ഹിൻഡ് ടെക്സ്റ്റ് എന്നുള്ളത് ടെക്സ്റ്റ് സ്ട്രിങ് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത് എൻ്റർ സിറ്റി നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. സിമ്പിളായിട്ടൊരു ഒരു ടെക്സ്റ്റ് ഒരു ഹിൻഡ് ടെക്സ്റ്റ് ആണ്. സോ ഇതൊന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ആക്ച്വലി കാണുന്നില്ല ബിക്കോസ് അത് കളർ ആക്ച്വലി വൈറ്റ് കളറിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഹിൻഡിൻ്റെ സ്റ്റൈൽ പ്രോപ്പർട്ടിയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഹിൻഡ് സ്റ്റൈൽ എന്ന പ്രോപ്പർട്ടി കൊടുക്കുക. ഹിൻഡ് എന്നുള്ളതൊരു ടെക്സ്റ്റ് വിഡ്ജറ്റ് തന്നെയാണ് ആക്ച്വലി, അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കളർ പ്രോപ്പർട്ടി കൊടുക്കാം. സോ ഞാൻ ഇതിനകത്ത് കളേഴ്സ് ഡോട്ട് ഒരു ഗ്രേ കളറാണ് ആക്ച്വലി ഞാൻ കൊടുക്കാൻ പോകുന്നത്, കുറച്ച് ലൈറ്റായിട്ടിരിക്കാനായിട്ട്. സോ ഒരു ഗ്രേ പ്രോപ്പർട്ടി കളർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ സിറ്റി നെയിം എന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ, പ്രോപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്ക്വയർ ടൈപ്പ് ഓഫ് ഷേപ്പിലാണല്ലേ ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒന്നുകൂടി പെർഫെക്റ്റ് ആകാം. അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ബോർഡർ പ്രോപ്പർട്ടി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബോർഡർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇതിനകത്ത് ഇത് ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടീനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ ഒരു കാർഡ് പ്രോപ്പർട്ടീസിൽ ഡെക്കറേഷൻ പ്രോപ്പർട്ടീസിലൊക്കെ ഇത് കൊടുത്തതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളിതിനകത്ത് ബോർഡർ റേഡിയസ് കൊടുക്കാനായിട്ട് പോവാണ്. ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് എല്ലാ സൈഡിലും നമുക്ക് ആക്ച്വലി വേണം. അതുകൊണ്ട് തന്നെ ബോർഡർ റേഡിയസ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. സോ ഇതിൻ്റെ ഉള്ളിൽ റേഡിയസ് ഡോട്ട് സർക്കുലർ റേഡിയസ് എന്ന് പറഞ്ഞു കൊടുക്കാം. റേഡിയസ് ഡോട്ട് സർക്കുലർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു റേഡിയസ് നമുക്ക് കൊടുക്കാം. സോ ഞാനിവിടെ ഒരു 10 റേഡിയസ് ഇതിന് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പം എപ്പോഴും ചെയ്തൊന്ന് സോഫ്റ്റ് റാപ്പ് ചെയ്യട്ടെ കേട്ടോ. ആദ്യം നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനായിട്ട് പറ്റും, കുറച്ചുകൂടി മര്യാദയ്ക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്കിത് കോമാസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് റീഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ റേഡിയസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് വന്നിട്ടുണ്ട് ഇതിനകത്തേക്കല്ലേ, കുറച്ചും കൂടി സെറ്റപ്പായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബോർഡർ പ്രോപ്പർട്ടിയിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് പോവാണ്. ബോർഡർ സൈഡ് ആക്ച്വലി ഒരു നീല കളറുള്ള ഒരു ബോർഡർ വരുന്നത് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലാതെ തൽക്കാലം ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്യാനായിട്ട് പോവാണ്. ഇതിപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു ഡിസൈനുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഈവൻ ഇഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് സിമ്പിളായിട്ട് ബോർഡർ സൈഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ബോർഡർ സൈഡ് ഡോട്ട് നൺ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ബോർഡർ സൈഡ് ഡോട്ട് നൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കളേഴ്സും കാര്യങ്ങളും പോയിട്ടുണ്ട്. ഓക്കെ, സോ എനിവേ ഇറ്റ്സ് ബെറ്റർ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാം. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളും കാണുന്നില്ല. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ആക്ച്വലി മാറ്റേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് വരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റൈൽ പ്രോപ്പർട്ടി കൊടുക്കാം. ടെക്സ്റ്റ് ഫീൽഡിൽ നോർമലായിട്ട് നമ്മൾ ടെക്സ്റ്റിന് സ്റ്റൈൽ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനുള്ളിൽ നമുക്ക് കളർ കൊടുക്കാം. സോ ഇത് ഞാൻ കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞാക്കുകയാണ്. കളേഴ്സ് ഡോട്ട് അല്ലെങ്കിൽ കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സോ ഇനി ഇതൊന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡാറ്റ ബ്ലാക്ക് കളറിലോട്ട് വരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇനിയൊരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഡാറ്റാസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു ആ ഒരു ഡാറ്റ നമുക്ക് റിട്ടേൺ കിട്ടണമല്ലോ. അതായത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടണം. അതായത് നമ്മുടെ ഒരു ഡാറ്റ നമുക്ക് പല സ്ഥലത്ത് യൂസ് ചെയ്യാനായിട്ടുണ്ട്. ഒരു സിറ്റി നെയിമാണ് നമ്മൾ കൊടുക്കുന്നത്, അതുകൊണ്ട് ആ ഒരു സിറ്റി നമുക്ക് പല സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ആക്ച്വലി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൺ പ്രസ്ഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന പോലെ ഒരു ബട്ടണിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിലും ജസ്റ്റ് ഡിറ്റക്ടറിലൊക്കെ നമ്മളൊരു ഓൺ പ്രസ്ഡ് അല്ലെങ്കിൽ ഓൺ ടാപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് ഓൺ ചേഞ്ചിന് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഒരു ഓൺ ചേഞ്ചിൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്ക് ആക്ച്വലി ഒരു കോൾ ബാക്ക് കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കോൾ ബാക്ക് കൊടുക്കാവുന്നതാണ്. കോൾ ബാക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തൊരു ഈ വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് നിങ്ങൾ ഇൻപുട്ടായിട്ട് ഒരു വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഈ ഒരു വാല്യൂ ആക്ച്വലി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രിൻറ്റ് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു വാല്യൂവിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഈ ഒരു വാല്യൂവിനെ ഞാനൊന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൺസോളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാനിപ്പം കൺസോളിനകത്ത് ഇതൊന്ന് ആദ്യം തന്നെ ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു എൻ്റർ സിറ്റി ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു അവിടെ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി കണ്ടില്ലേ ആ ഒരു ഡാറ്റാസ് ഇവിടെ അപ്ഡേറ്റ് വരുന്നുണ്ട്, അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ഈ ഒരു വാല്യൂവിനെയാണ് ആക്ച്വലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ കിട്ടുന്ന വാല്യൂവിനെ നമുക്ക് ആക്ച്വലി മറ്റൊരു നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ആ ഒരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു വെതർ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാനായിട്ടും നമുക്ക് പറ്റുന്നതാണ്.